സ്വകാര്യത സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഐശ്വര്യ റായ് നൽകിയ ഹർജിയിൽ നടിയുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്ന് വിവിധ സ്ഥാപനങ്ങളെ തടഞ്ഞ് ഡൽഹി ഹൈക്കോടതി. വ്യക്തിവിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് അന്തസ്സിന് ഹാനികരമെന്ന് കോടതി. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജീഷ്, അനുമതിയില്ലാതെ ചിത്രങ്ങളടക്കം ഉപയോഗിക്കുന്നുവെന്നായിരുന്നു ഹർജിയിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ കോടതി എന്ത് തരത്തിലുള്ള ഇടപെടലാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്? ഗൂഗിളി അനുമതിയില്ലാതെ ചിത്രങ്ങളും പേരുകളും മാത്രമല്ല മോർഫ് ചെയ്ത ചിത്രങ്ങൾ വരെ ചില വാണിജ്യ സ്ഥാപനങ്ങളും ചില വെബ്സൈറ്റുകളും യൂട്യൂബിലെ ചില ചാനലുകളും ഉപയോഗിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഐശ്വര്യ റായ് ഇത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ജസ്റ്റിസ് തേജസ് കരിയാണ് ഈ ഹർജി പരിഗണിച്ചത്. നേരത്തെ ഒരു ദിവസത്തെ വാദം നടന്നിരുന്നു. ഈ വാദത്തിൽ നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയതാണ്, നിങ്ങൾ ഈ വെബ്സൈറ്റുകളുടെയും മറ്റും URL നൽകി കഴിഞ്ഞാൽ ഇത് നീക്കം ചെയ്യാൻ ഗൂഗിളിനോട് ആവശ്യപ്പെടാമെന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ഡൽഹി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് അനധികൃതമായി ഇത്തരത്തിൽ ഐശ്വര്യ റായിയുടെ പേരും ചിത്രങ്ങളും ഉപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അത് സ്വകാര്യതയുടെ ലംഘനമാണ്, അന്തസ്സിനും വ്യക്തിത്വത്തിനും എതിരെയുള്ള നടപടി നീക്കമാണ് ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ നടത്തുന്നത് എന്നാണ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.